രാജ്യത്തെ വരും തലമുറയെ പഠിപ്പിക്കേണ്ടത് സാഹോദര്യത്തെപ്പറ്റി രാജഗോപാൽ. ദേശീയപാത നിർമ്മാണം 444 കിലോമീറ്റർ പൂർത്തീകരിച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ വരും തലമുറയെ പഠിപ്പിക്കേണ്ടത് സാഹോദര്യത്തെ പറ്റിയാണെന്ന് മാധ്യമപ്രവർത്തകനായ രാജഗോപാൽ. സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ എന്ത് ഭാഷ സംസാരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP, RSS, സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ഭരണകൂടം തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് വലിയ അപജയമാണ് നാൾക്കുനാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യവും സമത്വവും നഷ്ടമായിരിക്കുന്നു. സാഹോദര്യം മാത്രമാണ് രാജ്യത്തിന് അവശേഷിക്കുന്നത്. രാജ്യത്ത് മതത്തിന്റെയും വിദ്വേഷത്തിന്റെയും പേരിലുള്ള വെറുപ്പ് ഇല്ലാതാക്കാനാണ് ഇനി നാം ശ്രമിക്കേണ്ടത്. ആളുകൾക്കിടയിലുള്ള സാഹോദര്യം കൂടി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗൂഢമായ പ്രവർത്തനങ്ങളാണ് മോഡിയുടെ കീഴിലുള്ള സർക്കാർ രാജ്യത്ത് നടത്തുന്നത്. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ആളുകൾക്കിടയിൽ വെറുപ്പുളവാക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ നൽകുന്നതിൽ നിന്നും മാധ്യമങ്ങൾ പിന്മാറണം. കച്ചവട താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് കോർപ്പറേറ്റുകൾക്ക് കീഴിൽ അടിമപ്പെട്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന സമീപനം മാധ്യമങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 444 കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചുവെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ NH 66മായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തുവെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടതിയുടെ വിധി സ്വാഗതാർഹമെന്ന് മന്ത്രി VN വാസവൻ. കോടതി വസ്തുതകൾ മനസ്സിലാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാകും പരിപാടികൾ നടത്തുക. താൽക്കാലിക പന്തലാണ് അവിടെ നിർമ്മിക്കുക. 3000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് നിർമ്മിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിലായിരിക്കും ബോർഡ് പരിപാടി നടത്തുക എന്നും മന്ത്രി പ്രതികരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. മുൻ നിയമസഭാ സ്പീക്കറും AK ആന്റണിയുടെ മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയുമായിരുന്ന PP തങ്കച്ചൻ 4 തവണ MLA ആയിരുന്നു. UDF കൺവീനറായും KPCC പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. നടൻ സൗബിൻ ഷാഹിറിന് തിരിച്ചടി. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ. വിദേശയാത്രയ്ക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സൗബിൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. വിദേശത്ത് സംഘടിപ്പിക്കുന്ന അവാർഡ് ഷോയിൽ പങ്കെടുക്കണം എന്നതായിരുന്നു ആവശ്യം. എന്നാൽ കോടതി ഇത് അംഗീകരിക്കാതെ ഹർജി തള്ളുകയായിരുന്നു. നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തിയ ദേശീയപാത 66-ലെ 1-ാം റീച്ചിൽ മൊഗ്രാൽ പുത്തൂരിൽ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിനിടെ ക്രെയിൻ പൊട്ടിവീണ് 2 തൊഴിലാളികൾ മരിച്ചു. തൊഴിലാളികളായ വടകര നാദാപുരം റോഡ് സ്വദേശി അക്ഷയ്, മണിയൂർ പതിയാരക്കര സ്വദേശി അശ്വിൻ എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം. തെരുവിളക്ക് ഉറപ്പിക്കാനായി നിന്നിരുന്ന ക്രെയിൻ ബോക്സ് തകർന്നാണ് അപകടമുണ്ടായത്. നടി ഐശ്വര്യ റായിയുടെ പേരും ചിത്രങ്ങളും അടക്കം ദുരുപയോഗം ചെയ്യുന്നത് വിലക്കി ഡൽഹി ഹൈക്കോടതി. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സവിശേഷതകൾ അനധികൃതമായി ചൂഷണം ചെയ്യുന്നത് സ്വകാര്യതയ്ക്കുള്ള അവരുടെ അവകാശത്തെ ലംഘിക്കുക മാത്രമല്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. AI ഉപയോഗത്തിലൂടെ പോലും നടിയുടെ പേര്, ചിത്രങ്ങൾ തുടങ്ങിയവ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളെ കോടതി വിലക്കി. പഞ്ചാബിൽ അതിർത്തി കടന്ന് ആയുധക്കടത്ത് നടത്തിയ സംഘത്തെ പിടികൂടി. 6 പേരെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 6 അത്യാധുനിക ആയുധങ്ങളും 5.75 ലക്ഷം ഹവാല പണവും പിടികൂടി. സോഷ്യൽ മീഡിയ വഴി മെഹക് പ്രീത് സിംഗ് എന്ന രോഹിത്താണ് വിദേശികളായ ഇടപാടുകാരുമായി ആയുധക്കടത്തിന് നേതൃത്വം നൽകിയിരുന്നതെന്ന് പഞ്ചാബ് DGP ഗൗരവ് യാദവ് പറഞ്ഞു. പർഗത് സിംഗ്, അജയ് ബീർ സിംഗ്, കരൺവീർ സിംഗ്, ശ്രീറാം സിംഗ്, ദിനേശ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ. നേപ്പാളിലെ കലാപത്തിന് തുടർച്ചയായി വിവിധ ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിച്ച 60 തടവുകാരെ സുരക്ഷാ സേന പിടികൂടി. ഇവരിൽ 22 പേർ ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ അതിർത്തികൾ വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. സശസ്ത്ര സീമാബൽ ജവാന്മാരാണ് ഇവരെ പിടികൂടിയത്. ഈ തടവുകാർ ഡൽഹി ബസാർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.
കർണാടകയിലെ കലബുറഗി ജില്ലയിൽ 2.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. വ്യാഴാഴ്ച 2.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയതായി കർണാടക സംസ്ഥാന പ്രകൃതി ദുരന്ത നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഭൂകമ്പ തീവ്രത ഭൂപടമനുസരിച്ച് അലൻ താലൂക്കിൽ ജവാൽഗ ഗ്രാമത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 20-25 കിലോമീറ്റർ റേഡിയൽ ദൂരം വരെ ഭൂചലനം അനുഭവപ്പെട്ടു. ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.